നാരകത്തിന്റെ ചുവട്ടിൽ വെച്ച് പേടിക്കാനങ്ങ് വായിച്ചു. എന്തൊരു പേടി പോലെ. ഞാൻ നിന്നെ ഉണർത്തി. നാരകത്തിന്റെ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. അവിടെ വെച്ചല്ലോ നിന്നെ പ്രസവിച്ചു. അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത്. മലയാളത്തിൽ നാരകത്തിന്റെ ചുവട്ടെന്ന പാപ്പച്ചാന്റെ കയ്യിലും സാമ്പരീസിന്റെ കയ്യിലും ഇംഗ്ലീഷ് ബൈബിള. അവിടെ ആപ്പിളെന്നാണ് എഴുതിയേക്കുന്നത്. ഒരൊടക്കുണ്ടാക്കാതിരിക്കാനാ. ആപ്പിളെന്നല്ലേ? ആപ്പിളെന്നാ അല്ലേ? ഇനിയിപ്പോൾ അത് പറഞ്ഞ് സെൻറ്റർ രണ്ടാകരുത്. ഒരു ഗ്രൂപ്പുകാർ അല്ല, നിങ്ങളല്ല, വേറെ അല്ല, ചെറിയ വിഷയം മതി ഇതൊക്കെ രണ്ടാകാനേ. അപ്പൊ ശ്രദ്ധിക്കുക, മലയാളത്തിൽ നാരകത്തിന്റെ ചുവടെന്ന, ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ആപ്പിൾ ട്രീ എന്ന. ആട്ടെ, ഇനി അതൊരു തർക്കം വേണ്ട. ഏതായാലും ഒരു മരത്തിന്റെ ചുവട്ടിലായി കുഞ്ഞിനെ പ്രസവിച്ചു. അങ്ങനെ ഈ അമ്മ ഈ കുട്ടിയെ പ്രസവിച്ചു. പതിവ് ശൈലി. പ്രസവം കഴിഞ്ഞ് അമ്മ നോക്കി, ലിംഗനിർണയം നടത്തി, പെൺകുട്ടിയാണെന്ന് ബോധ്യപ്പെട്ടു. പതിവ് ശൈലി കുട്ടിയെ ഉപേക്ഷിച്ചു. ഈ സ്ത്രീ അങ്ങ് നടന്നു നീങ്ങി. എന്ന് പറഞ്ഞാൽ കരുണയില്ലാത്ത, ദയയില്ലാത്ത, അനുകമ്പയില്ലാത്ത, മനസ്സിലുമില്ലാത്ത ഒരു സ്ത്രീ, കഠോര ഹൃദയ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിനോട് യാതൊരു താല്പര്യമില്ലാത്തൊരു സ്ത്രീ. നിങ്ങൾക്കറിയാം, അമ്മമാരും സഹോദരിമാരും ഒക്കെ ഇവിടെ ആയിരിക്കുന്നു. ഞാൻ കുടുംബസ്ഥന, ഭാര്യ, ഒരു മകൻ. എൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും കടന്നുപോയെങ്കിലും എന്നെ ഒരു അമ്മ പ്രസവിച്ചതാണ്. സഹോദരിമാരുമൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് ചില കാര്യം അറിയാം. എങ്കിലും എൻ്റെ സഹോദരി അമ്മമാരൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി ബോധ്യപ്പെടും ആ വിഷയം ആത്മീക നിലയിൽ. ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ അടിയന്തരമായി ചെയ്യേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്, ഇല്ലയോ? അടിയന്തരമായി മിണ്ടുകയല്ല. അടിയന്തരമായി ചെയ്യേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം നിങ്ങൾ ഒന്നും പൊതുവെ പറയാൻ കൊള്ളുന്നതല്ല. പാസ്റ്റർ എന്തുവാന്ന് ഓർത്തായി പ്രസംഗിക്കുന്നത്. എനിക്ക് നല്ല ബോധമുണ്ട്. നിങ്ങൾ പറയുന്നില്ല, സമയവും പോകുന്നു, ഞാനങ്ങ് പറയാം. അടിയന്തരമായി ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ ആദ്യമായി ചെയ്യേണ്ടത് അതിൻ്റെ പൊക്കൾ കൊടി മുറിക്കണം. രണ്ട്, അതിനെ കുളിപ്പിക്കണം, ഇല്ലെങ്കിൽ അതിനെ തുടച്ച് വെടിപ്പാക്കണം. പിന്നെ അതിനെ തുണയൂറ്റണം. നാല്, പണ്ടൊക്കെ ഉപ്പ് തേക്കും. ഉപ്പ്, ഇപ്പൊ ഉപ്പൊന്നും വല്ല ക്രീമാണ്, പല പല ക്രീമുകളാണ്. അപ്പൊ അടിയന്തരമായി ചെയ്യേണ്ട ചില നടപടിക്രമങ്ങൾ ഇതാ, ഇല്ലയോ? കണ്ണ് അടഞ്ഞിരിക്കുകയാണെങ്കിൽ പതുക്കെ അത് തുറക്കണം. വീളയൊക്കെ വന്ന് ചില പടിഞ്ഞെന്ന് വരാം. അത് നേർമയുള്ള തുണി കൊണ്ടോ അല്ലെങ്കിൽ വെള്ളം തൊട്ടോ അത് പതുക്കെ തടകി തുറന്നു കൊടുക്കണം. നാസാദ്വാരം എന്ന് പറഞ്ഞാൽ ശ്വാസോച്ഛ്വാസം നന്നായിട്ട് നടക്കണം. അതിന് മൂക്ക് പതുക്കെ തടകി ഞെക്കി പിടിച്ചോണ്ടിരിക്കരുത്. അതൊക്കെ പതുക്കെ തടകി ശ്വാസോച്ഛ്വാസം നല്ല നിലയിൽ നടക്കണം. പഴയ അമ്മമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പുസ്തകത്തിൽ ക്ലിപ്തമായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുഞ്ഞ് കരയേണ്ടതാ. അഥവാ കരഞ്ഞില്ലേ അങ്ങനെ. ഇതൊക്കെയാണ് ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ അടിയന്തരമായി ചെയ്യേണ്ട നടപടിക്രമങ്ങൾ. പണ്ടൊരിക്കൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഒരു തള്ള ചോദിച്ചു, ഇയാൾ ഇതെല്ലാം എങ്ങനെ അറിഞ്ഞെന്ന്. അത് ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞത്, അല്ല, നിങ്ങൾ എല്ലാവരോടും കയറി കൊത്തുമ്പോൾ എന്നോട് കൊത്തരുത്. ഞാനിതെല്ലാം അറിഞ്ഞത് എനിക്ക് മെഡിക്കൽ കോളേജ് ലേബർ റൂമിലൊന്നും അല്ല ജോലി. ഞാനിത് എങ്ങനെ അറിഞ്ഞെന്ന് വെച്ചാൽ വേറെ പുസ്തകം വായിച്ചപ്പോഴാണ്. വേറെ പുസ്തകം, വേറെ പുസ്തകം വായിക്കുകയല്ല, കൊണ്ട് നടക്കത്തില്ല, ഇങ്ങനെ തുള്ളി കളിച്ച് നടക്കുക. വേറെ പുസ്തകം വായിക്കുമ്പോൾ ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഒന്ന് വായിച്ചേര്. യെഹെസ്കേൽ പ്രവചനം 16-ാം അധ്യായത്തിന്റെ 2 മുതൽ ഒന്ന് വായിച്ചേ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ യെരൂശലേമിനോട് അതിൻ്റെ മ്ലേച്ഛതകളെ അറിയിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് യെരൂശലേമിനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ശക്തിയോടൊക്കെ ഒന്ന് വായിക്കുന്ന ഒരാളായിരുന്നു എനിക്കൊരു ഉത്സാഹം വന്നേനെ. ഒരു പരുവക്കേട് പോലെ തോന്നുന്നു. എന്നാലും വായിച്ചോ. നിന്റെ ഉൽപ്പത്തിയും നിന്റെ ജനനവും കനാൻ ദേശത്താകുന്നു. നിന്റെ ഉൽപ്പത്തിയും നിന്റെ ജനനവും കനാൻ ദേശത്താകുന്നു. നിന്റെ അപ്പൻ അമോര്യനും നിന്റെ അപ്പൻ ഒരു അമോര്യനും അമ്മ ഹിത്യസ്ത്രീയും അത്രേ. ദൈവദാസനെ, ഇവിടെ ഒന്ന് ഒരാൾ മൈക്ക് എടുത്ത് വായിക്കാൻ. ഇത് നോക്കട്ടെ, ഇത് ഒക്കുന്നില്ലെങ്കിൽ അത് ഞാൻ പിന്നെ തരാം. വായിച്ചു. 16:2. നിന്റെ ഉൽപ്പത്തിയും മനുഷ്യപുത്ര, നീ യെരൂശലേമിനോട് അതിന്റെ മ്ലേച്ഛതകളെ അറിയിച്ചു പറയേണ്ടത്,
യഹോവയായ കർത്താവ് യെരൂശലേമിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഉൽപ്പത്തിയും നിന്റെ ജനനവും കനാൻ ദേശത്താകും. നിന്റെ അപ്പനൊരു അമോര്യനും നിന്റെ അമ്മയൊരു കെത്തിയ സ്ത്രീയുമാകുന്നു. അടുത്ത് നിന്റെ ജനന വസ്തുതയോ ജനിച്ച നാളിൽ നിന്റെ പൊക്കിൾ മുറിച്ചില്ല. പൊക്കിൾ കൊടി മുറിക്കണം. പിന്നെ നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് വെള്ളത്തിൽ കുളിപ്പിക്കണം. 3 ഉപ്പ് തേച്ചില്ല. ഇടയ്ക്ക് വെടിപ്പാക്കണമെന്നുണ്ടല്ലോ. കുളിപ്പിച്ച് വെടിപ്പാക്കിയില്ല. 2 കുളിപ്പിക്കുക, വെടിപ്പാക്കുക, 2. അപ്പൊ ശ്രദ്ധിച്ചേ, 1 നിന്റെ ജനന വസ്തുത പൊക്കിൾ കൊടി മുറിക്കണം. 2 വെള്ളത്തിൽ കുളിപ്പിക്കണം. 3 വെടിപ്പാക്കണം. കാരണം അമ്മയുടെ ഉദരത്തിൽ നിന്നാ വരുന്നത് കുഞ്ഞ്. ചലവും ചളിയും അഴുക്കുമൊക്കെ ചിലപ്പോൾ പറ്റിയിരിക്കാം. അത് തൂത്ത് തുടച്ച് വെടിപ്പാക്കിയെടുക്കുക. അതാ വെടിപ്പാക്കുക. പിന്നെ ഉപ്പ് തേച്ചില്ല. ഉപ്പ് തേക്കണം. അത് പണ്ട് അങ്ങനെ, ഇപ്പൊ ക്രീമാ. ഇവിടെ ഉപ്പ് തേക്കണം. പിന്നെ തുണി ചുറ്റിയതുമില്ല. തുണി ചുറ്റണം. ഇതാണ് ചെയ്യേണ്ട നടപടിക്രമങ്ങള്. പിന്നെ നാസാദ്വാരം, കണ്ണ് പോള, അതൊക്കെ വേറെ കാര്യം. എന്തായാലും നല്ല അത്യാവശ്യമായി ചെയ്യേണ്ട കടമകളായത്. പൊക്കിൾ കൊടി മുറിച്ച് കുളിപ്പിച്ച് വെടിപ്പാക്കി തുണിയിൽ. അതുകൊണ്ടല്ലയോ ആട്ടിടയന്മാർ വന്നത്. ആട്ടിടയന്മാർക്ക് ദൂതന്മാർ വന്ന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിങ്ങൾക്കടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശീലകൾ ചുറ്റി. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കേറ്റുശീലയിൽ കിടന്ന യേശുദേവാ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ഇഷ്ടമാം കിടപ്പു കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ. ശ്രീനരപതിയേ സിയോൻ മണവാളനെ. അടുക്കൽ ഭക്തിയോടെ പൊന്നുമുറുക്കുന്തിരിക്കാൻ കാഴ്ചവച്ചു. വന്നു മകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്നുമുറുക്കുന്തിരിക്കാൻ കാഴ്ചവച്ചു. ഉന്നതാധികാരമുള്ള മന്നവൻ നീ എന്നു തന്നെ സന്നവിച്ചു ഘോഷിക്കുന്നീതാ. നിശങ്കമായി സിയോൻ മണവാളനെ. ശ്രീനരപതിയേ സിയോൻ മണവാളനെ. അതിൻ്റെ കൂടെ ശബ്ദം വരുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല. എന്തോ അതിന് പോകാൻ വഴി. ഇതും കൂടെ വർക്ക് ചെയ്യുമ്പം എനിക്കൊന്നും തിരിയുന്നില്ല. ഞാൻ തന്നെ പാടുമ്പോൾ ആണെങ്കിൽ മോണിറ്റർ ഇത് കുഴപ്പമില്ല. ഒരു ദിവസം പശുവിനെ വഴിയിലും കേട്ടാന്ന്. മൈക്ക് മാറിക്കൊണ്ട് കാര്യമായില്ല. അപ്പൊ ശ്രദ്ധിച്ചേ, ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ അടിയന്തരമായി ചെയ്യേണ്ട നടപടിക്രമങ്ങളാണ് ഇവിടെ വായിച്ചു കേട്ടത്. പൊക്കിൾ കൊടി മുറിക്കണം, വെള്ളത്തിൽ കുളിപ്പിക്കണം, വെടിപ്പാക്കണം, ശീലകൾ ചുറ്റിപ്പൊതിക്കണം, നാസാദ്വാരം നന്നാക്കി കൊടുക്കണം, കണ്ണ് തെളിയിച്ചു കൊടുക്കണം, കരഞ്ഞില്ലെങ്കിൽ നുള്ളിയോ ഏതെങ്കിലും വിധത്തിൽ അതിനെ ഇതൊക്കെ അടിയന്തര നടപടിക്രമങ്ങളാണ്. എന്നാൽ നമ്മുടെ ഈ കഥാപാത്രമാകുന്ന ശൂലേമിയെ പ്രസവിച്ച അമ്മ ഇതൊന്നും ചെയ്തില്ല. കരുണയില്ലാത്ത, ആർദ്രതയില്ലാത്ത, അനുകമ്പയില്ലാത്തൊരു സ്ത്രീ. അങ്ങനെയുള്ള സ്ത്രീകൾ അന്നുമുണ്ട്, ഇന്നുമുണ്ട്, എന്നും കാണും. മക്കളോട് യാതൊരു അനുകമ്പയില്ലാത്ത സ്ത്രീ. എന്തിനേറെ ദൂരോട്ട് പോകുന്ന കൊല്ലത്ത് തന്നെയല്ലയോ, കൊണ്ടറയാന്നോ കൊല്ലമാന്നോ ഇവിടെ അല്ലയോ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ ചുട്ടുകൊന്നത് അല്ലേ? പേപ്പർ വായിച്ചതല്ലേ? കുണ്ടറ ചുട്ടുകൊന്നില്ലയോ? അത് ദൃഷ്ടാന്തമായിട്ട് ഓർക്കുന്നതുകൊണ്ട് ഇതുപോലെ എത്രയോ കേസുകൾ. കൊച്ചുങ്ങളെ എടുത്ത് കിണറ്റിയിട്ടേച്ച് ചാടാനാന്ന് പറഞ്ഞ് അവൾ ചാടാതെ പോയ ചരിത്രം നമുക്കറിയാം. കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്തേച്ച് വേറെ പരപുരുഷന്മാരുമായിട്ട് പോയ സ്ത്രീകളെ അറിയാം. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മക്കളെ ഉപേക്ഷിച്ച് പോയ എത്രയോ സ്ത്രീകളുണ്ട് അല്ലേ? സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി നൊന്ത് വേദനിച്ച് പ്രസവിച്ച കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പോയ എത്രയോ സ്ത്രീകൾ.
അങ്ങനത്തെ ഒരു ലോകമാണ്. എന്നാൽ ചില അമ്മമാരുണ്ട്, എന്ത് കഷ്ടം സഹിച്ചാലും കുഞ്ഞുങ്ങളെ ഓർത്ത് അതെല്ലാം സഹിക്കുന്ന അമ്മമാരുണ്ട്. ചില അമ്മമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നോടും പറഞ്ഞിട്ടുണ്ട്. ചില അമ്മമാർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാസ്റ്ററെ, ഞങ്ങളുടെ ഈ അച്ചായൻ ഇപ്പം ഇങ്ങനെ മീശയൊക്കെ വടിച്ച് പമ്മിയിരിക്കുന്ന ശ്വാസം മുട്ടലായതുകൊണ്ടാണ്. ഇയാളായ കാലത്ത് വലിയ പൊരിഞ്ഞ പൊന്നുമോനായിരുന്നു. ഇദ്ദേഹത്തോടെ ജീവിച്ചു പോകുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ഇട്ടേച്ചോടേണ്ട ഒത്തിരിയും രംഗങ്ങൾ വന്നതാണ്. എന്നെ ഉപദ്രവിക്കുകയും പഴിക്കുകയും ഒക്കെ ചെയ്ത മനുഷ്യനാണ്. പക്ഷെ ഞാൻ ഇട്ടേച്ചോടിപ്പോകാഞ്ഞത് എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്താണ്. നിങ്ങളെല്ലാം ചിരട്ടെ നാഴിയും പോലിരിക്കുക. ഞാൻ ഇട്ടേച്ച് പോയ എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥമാകും. എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാനിതെല്ലാം സഹിച്ചു. ഏതെങ്കിലും കൃപയാ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു. അച്ചായനും മാനസാന്തരമായി. എനിക്കും ഈ കൃപയെ ഒരു വാനിടയായി. ദൈവം ഞങ്ങളെ നിർത്തി. എത്രയോ മാതാക്കൾ പറഞ്ഞ് എന്നോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അനുഭവമുള്ള ചിലർ ചിലപ്പോൾ ഇതിനകത്ത് കാണും. കയ്യെന്നുമ്പോൾ കണ്ട അച്ചായൻ ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് കരുണയില്ലാത്തൊരമ്മയാ. ശൂലമിയെ പ്രസവിച്ച അമ്മ കരുണയില്ല, യാതൊരു ആർദ്രതയില്ല. ഈ സാധാരണ കുഞ്ഞുങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തിരിക്കുന്നതും പഠിപ്പിക്കുന്നതും അപ്പനേക്കാളും കൂടുതൽ താല്പര്യം അമ്മയ്ക്കാണ്. പിള്ളേർക്കും അങ്ങനെ, അപ്പനോട് അങ്ങനെ പിള്ളേർക്കും വലിയ താല്പര്യം എല്ലായിടത്തും ഇല്ല. അമ്മയോടാ കൂടുതൽ. ചിലയിടത്ത് ശ്രദ്ധിച്ച് ആൺപിള്ളേർ പ്രായമായ അമ്മയും മക്കൾ ആൺപിള്ളേരും ഒരു കെട്ട. അപ്പനിങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അമ്മ മോനോട് പറയും നീ ബാങ്കിൽ പോയി പൈസ എല്ലാം എടുത്തുകൊണ്ട് വരാം. അപ്പം അവൻ പറയും പപ്പ അതൊക്കെ അവിടെ ഇരുന്നോളൂ, നിന്നോട് പറയുന്ന കാര്യം കേട്ടാണ്. അപ്പനിങ്ങനെ ഒരു ആനക്കാരനെ പോലെ പുറകെ നടക്കുന്നതല്ലാതെ ആന പറയല്ലേ കരിമ്പ് കൊണ്ടുപോവാ, പനയോല കൊണ്ടുപോവാ, ശർക്കര കൊണ്ടുപോകാന്ന് പറഞ്ഞ് ആന ഇങ്ങനെ നടക്കും. അതിന് പുള്ളിയുടെ കയ്യിലൊരു കത്തിയും ഇതൊക്കെ ഉണ്ട്, വെട്ടി. അന്നേരം അതിനെ പറയുന്ന അങ്ങനെയുള്ള ആൾക്കാർ. അത് ആനക്കാരൻ. അതാ ഭജനിൽ പറഞ്ഞ കറക്റ്റ് പദമാണ് ആനക്കാരൻ. ഇങ്ങനെ പുറകെ നിൽക്കുക അതോട്ടിയും മടിയായിട്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കരുണയില്ലാത്തൊരു സ്ത്രീയാണ് ഈ ശൂലമയുടെ അമ്മ. ഒരമ്മ ചെയ്യേണ്ട യാതൊരു ഉത്തരവാദിത്വവും ഒരു കടമയും ഈ സ്ത്രീ ചെയ്തില്ല. ഒരു കുഞ്ഞിനൊരു അമ്മയുടെ ലാളനയും പരിലാളനയൊക്കെ ലഭിക്കണം. അങ്ങനെ വേണം വളരാൻ. ഇനി മറുവശം പറയാം, അമ്മയുടെ ലാളന കിട്ടാതെ ജീവിച്ചവർ ചിലപ്പോൾ ഇതിനകത്ത് കാണാം. ചെറുപ്പത്തിൽ അമ്മ മരിച്ചു പോയവർ ഇതിനകത്ത് ചിലപ്പോൾ കണ്ടെന്ന് വരാം. അമ്മ ഉപേക്ഷിച്ചു പോയ ചില കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഇതിനകത്ത് കണ്ടെന്ന് വരാം. അനാഥരായവർ, അപ്പൻ്റെ അമ്മയുടെ ലാളന ലഭിക്കാത്ത അങ്ങനെയുള്ളവർ പതറരുത്, നിരാശപ്പെടരുത്. ഈ പുസ്തകം പഠിപ്പിക്കുന്നതും നമ്മൾ അനുഭവിക്കുന്നത് അപ്പനേക്കാൾ അമ്മയേക്കാൾ ഉപരി സ്നേഹിക്കുന്ന ഒരു നല്ല യേശുവുണ്ട്. അപ്പനും അമ്മയും വീടെന്താനെങ്കിലും വസ്തുസുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതലിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതലിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. അതുകൂടെ എനിക്കൊരു വരുന്നില്ല. എന്തുവാ ഒരു കാര്യം ചെയ്യാം, ഇത് കൊടുക്കാതെ ഞങ്ങളൊന്ന് പാടി നോക്കട്ടെ. അന്നേരം ഒക്കെ നോക്കട്ടെ. ഇതെല്ലാം ഒന്ന് നിർത്തിയാച്ച് നമുക്ക് നോക്കാം. വോക്കല് മാത്രം മതി. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതലിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, നിങ്ങളങ്ങ് ക്ഷമിക്കും, ഇങ്ങനെ ഒക്കുള്ളൂ. അതുകൂടെ വരുമ്പം എനിക്ക് തിരിയുന്നില്ല. കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് ഒരു ആശ്വാസമായിരിക്കും. അപ്പൊ ശ്രദ്ധിച്ചേ, മതി മതി, ഇനി ഒന്നും ചെയ്യണ്ടായേ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചു മതി. അപ്പോൾ അമ്മയുടെയും അപ്പൻ്റെയും ലാളനയും കരുതലും ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്, പതറരുത്. അപ്പനേക്കാൾ അമ്മയേക്കാൾ സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവ് സ്വർഗത്തിലുണ്ട്.
ആ കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ആ കർത്താവിൻ്റെ കരങ്ങൾ നിന്നെ സമർപ്പിക്ക്, അവൻ നിന്നെ അനുഗ്രഹിക്കും. ഓടിച്ചു മുമ്പോട്ട് പോകാം. ഈ സ്ത്രീ കുഞ്ഞിനെ പ്രസവിച്ച് കരുണയില്ലാത്ത സ്ത്രീ നടന്നു നീങ്ങി. ആൺകുട്ടികൾ ശ്രദ്ധിച്ചു. അങ്ങനെ ഈ കുഞ്ഞ് അവിടെ കിടന്ന് കരയുകയാണ്. ജനിച്ച കുഞ്ഞ്, പൊടിക്കുഞ്ഞ്, ചോരയിൽ പൊതിഞ്ഞ് കിടക്കുന്ന, ഒരു കണ്ണിന് പോലും ദയ തോന്നിയില്ല. ഇത് കരഞ്ഞ് 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 അവസാനം തളർന്ന് ശ്വാസോച്ഛ്വാസം മന്ദഗതിയായി. ഇത് കരയാൻ ആവതില്ലാതായി. ചുരുക്കി പറഞ്ഞാൽ കുഞ്ഞ് മരണവക്ത്രത്തിൽ അകപ്പെട്ടു. ഒരു കുഞ്ഞുങ്ങൾ പോലും ഗവനിക്കുന്നില്ല. ഒടുവിൽ കുഞ്ഞ് മരിക്കാറായി. മരണവക്ത്രത്തിൽ ഈ പെൺകുട്ടി അകപ്പെട്ടു. എന്തിനേറെ, അങ്ങനെ കരയാനാവതില്ലാതെ കുഞ്ഞ് കിടക്കുമ്പോൾ ആടുകളെ തീറ്റി നടക്കുന്ന ഒരു ഇടയ ചെറുക്കൻ ചെമ്മരിയാടിനെയും കോലാടിനെയൊക്കെ തീറ്റി ആ കിളിയാതെ മലഞ്ചവരി കൂടെ ഇറങ്ങി ഇങ്ങോട്ട് വരിക. ആടുകളെ തീറ്റി. ചരിത്രം പറയുന്നത് ആടല്ല മുന്നേ, ഇടയൻ വടിയും കോലുമൊക്കെ ആയിട്ട് പുറകിൽ. അപ്പൊ ഗിലയാല മലച്ചെരിവിന്റെ തെക്കേ ചെരിവ് കൂടെ ആടിനെ, ഒരുപറ്റം ആടിനെ തീറ്റി ഇറങ്ങി വരുന്നൊരു നല്ല ഇടയച്ചെറുക്കൻ ആടുമായിട്ട് വന്നപ്പോൾ ഈ ആട് മുൻപേ പോകുന്നു. അത് രണ്ട് തരത്തിലുള്ള ആടെന്നാ, ചെമ്മരിയാടും കോലാടുകളും ഭൂമിയിൽ വേർതിരിയും ചെല്ലും നിത്യതമണവാട്ടിയുമായി യുഗയുഗവാണിടുവാൻ ചെമ്മരിയാടും കോലാടുകളും ഭൂമിയിൽ വേർപിരിയും. ചെല്ലും നിത്യത മണവാട്ടിയുമായി യുഗയുഗവാണിടുവാൻ പുതുയുഗ പുലരിൻ പുതുഗാനത്തിൻ ഈരടി കേൾക്കാറായി. പുതുയുഗ പുലരിൻ പുതുഗാനത്തിൻ ഈരടി കേൾക്കാറായി. ഈരടി കേൾക്കാറായി. സ്വർഗസിയോൻ പ്രവാസികളെ പ്രഭാതമാകാറായി. പ്രതികൂലമാകും ഈ മരുവാസം വേഗം തീരാറായി. പ്രതികൂലമാകും ഈ മരുവാസം വേഗം തീരാറായി. അപ്പൊ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തെളിച്ച് വരുന്ന ഇടയൻ ആട് മുൻപോട്ട് വന്ന് ഇറക്ക പറഞ്ഞു വന്നപ്പം ആടെല്ലാം കൂടെ പകച്ചെന്ന. ആടിങ്ങനെ പകച്ചു നിന്നപ്പോൾ ഇടയന് മനസ്സിലായി, പുറകെ നിൽക്കുന്ന ഇടയന് മനസ്സിലായി എന്തോ പന്തികേടുണ്ട്. ആടിനെ വകഞ്ഞ് മാറ്റി, ഞാനതിൻ്റെ ചരിത്രവും കൊണ്ട് ചേർത്താ പറഞ്ഞത്. ആടിനെ വകഞ്ഞ് മാറ്റി ഇടയ ചെറുക്കൻ മുമ്പോട്ട് വന്നപ്പോൾ താനും പരിഭ്രമിച്ച് നിൽക്കുക. ചോരയിൽ പൊതിഞ്ഞ് മരണപത്രത്തിൽ അകപ്പെട്ട് കരയുവാൻ കെൽപ്പില്ലാതെ വീണ്ടും കണ്ണിലെ പീളയെല്ലാം വന്ന് അടിഞ്ഞ് ശ്വാസോച്ഛ്വാസം ഒരു ചെറിയ അനക്കമായിട്ട് അർത്ഥപ്രാണാവസ്ഥയിൽ കിടക്കുന്ന ഒരു പെൺകുഞ്ഞ്. കാരണം ശീലകളൊന്നും ചുറ്റിയതല്ല. ഇടയന് ബോധ്യപ്പെട്ടോ ഇത് പെൺകുട്ടി. അപ്പൊ ഇടയൻ ചുറ്റുപാട് വന്ന് കണ്ണോടിച്ച് ആരേലും കൊണ്ടുവന്നു. ആരുമില്ല. കുഞ്ഞ് ജീവൻ പോകാൻ പോകുന്നു. ഇടയ ചെറുക്കൻ മനസ്സിലുള്ളവനാ, കരുണയുള്ളവനാ, ഒട്ടും അമാന്തിച്ചില്ല. തൻ്റെ ഹൃദയം അവൻ തകർന്നു. ഹൃദയത്തിൽ സ്നേഹം കവിഞ്ഞൊഴുകി. ഈ മരണവക്ത്രത്തിൽ അകപ്പെട്ട ഈ ചോരക്കുഞ്ഞിനെ എടുക്കാൻ ഈ ഇടയൻ വളരെ വെമ്പലോടെ അടുത്തോട്ട് ചെന്നപ്പോൾ ഇടയച്ചെറുക്കൻ്റെ പ്രമാണം വിലക്കി. തുടരുത്, ഏലാ ഈ കൊച്ചിനെ തുടരുതെന്ന്. ഇവർക്ക് ഒരു പ്രമാണമുണ്ട്. ഇവരുടെ പടിനിമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശ പർവ്വതത്തിലോട്ട് ദൈവം വിളിച്ചു കയറ്റിയിട്ട് ദൈവം കൊടുത്തൊരു പ്രമാണമുണ്ട്. അരുത് അരുത് അരുതെന്നും പറഞ്ഞ് കുറെ ലിസ്റ്റ്. കാരണം ഇങ്ങനെയുള്ള കുഞ്ഞിനെ തുടരുത്. ചോര പറ്റി കിടക്കുന്ന കൊച്ച തുടരുത്, അടുക്കരുത്. കാരണം ആൺകുട്ടി ജനിച്ചാൽ ഇത്ര ദിവസം, പെൺകുട്ടി ജനിച്ചാൽ ഇത്ര ദിവസം, രക്തത്താൽ അശുദ്ധയായ സ്ത്രീകളുടെ ഒക്കെ ചെല്ലരുത്. ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രമാണങ്ങളാണ്. അപ്പൊ ഈ പ്രമാണം ഇടയച്ചെറുക്കനെ വിലക്കി, തുടരുത്. അപ്പോൾ ഇടയച്ചെറുക്കൻ ഒന്ന് അറച്ചു. ഇന്നും ആ പ്രമാണം ഇങ്ങനെ നിന്ന് വിലക്കിക്കൊണ്ടിരിക്കുക. ആര്? നമ്മളെല്ലാം നിന്ന് വിലക്കുക. തുടരുത്. ചെറിയ ട്യൂണിലേ പറയുള്ളൂ. പോകരുത്. ഏതാ? പെന്തിക്കോസുകാരുടെ യോഗത്തിന് നിന്ന് അവിടെ നിന്ന് മേളിൽ നിന്ന് ഓർഡർ വരുന്നതേ. പോകരുത്. അന്നേരം സഭാജനങ്ങൾ പറഞ്ഞു, നല്ല യോഗമായിരുന്നു, കൊട്ടും പാട്ടും തുള്ളലും ചാട്ടവും നല്ലതായിരുന്നു, അതുകൊണ്ട് ഞങ്ങളങ്ങ് പോയതാന്നേ. ഉടനെ അടുത്ത പറഞ്ഞു,
മുന്നിൽ പോയിരിക്കരുത്. അന്നേരം പറഞ്ഞ് ഞങ്ങൾ പുറകിലായിരുന്നു. പിന്നെ ആള് കൂടിയപ്പം മുന്നോട്ട് കയറിയിരിക്കെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങ്. ഉടനെ പ്രമാണം, കൈ പൊക്കരുത്. കാരണം ഒടുവിൽ ചോദിക്കും, കർത്താവിന് ഹൃദയം കൊടുക്കാൻ ആരിലും ഉണ്ട്, കരമുയർത്താൻ. അതിനാ പൊക്കരുത്. അന്നേരം സഭാവിശ്വാസി പറഞ്ഞ ക്രൂശീകരണമൊക്കെ കേട്ട് രക്തം ചിന്തിയ വിധങ്ങളും ജീവനെ തന്ന വിഷയം കർത്താവ് തന്നല്ലോ, ജീവനെ തന്നല്ലോ, രക്തം ചിന്തിക്കല്ലോ എന്നോർത്തപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, കൈ അങ്ങ്. ഉടനെ നിന്ന് പിന്നെയും പ്രമാണം, മുങ്ങരുത്. അന്നേരം പറഞ്ഞ് മുങ്ങുന്നില്ലെന്ന് ചിന്തിച്ചതാ. പക്ഷെ വചനവും ഉപദേശവും എല്ലാം കേട്ട് യേശു മാതൃക കാണിച്ചു തന്ന കാര്യമെല്ലാം സത്യമാണെന്ന് മനസ്സിലായപ്പോ അങ്ങ്. ഉടനെ എന്തൊക്കെയാ പറയരുത്. ഏതാ മറുഭാഷ? നിന്ന് പോയെന്നാ ചെല്ലി പറയാന്ന്. പറയരുത്. എന്നാലും പറഞ്ഞ് പറയല്ലെന്ന് പറഞ്ഞ് കടിച്ചു പിടിച്ചിരുന്ന. പക്ഷേ ശക്തി വന്നു കഴിഞ്ഞപ്പം പിന്നെ ഉടനെ പിന്നെയും പ്രമാണം, ഊരരുത്. അന്നേരം പറഞ്ഞ് ദൈവശക്തി അങ്ങോട്ട് വന്ന് വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ചപ്പന്നും ചവർന്ന് വേണ്ടി ഊരോട്ട് കളഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ആ പ്രമാണം അരുത് 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 എന്നുള്ള ന്യായ പ്രമാണം ഇന്ന് നിന്ന് വിലക്കുക. പക്ഷെ ഇടയച്ചെറുക്കന്റെ വിശേഷത ആ ന്യായ പ്രമാണം, പഴയ പ്രമാണം, ആ പ്രമാണം ഏതാ? കൊല്ലുന്ന ശുശ്രൂഷയാ. അത് കല്ലിക്കൊത്തിയതാ, അത് അക്ഷരത്തിൻ്റെതാ, അത് കൊല്ലുന്നതാ. പക്ഷെ നമുക്കുള്ള പ്രമാണം കൃപയുടെ പ്രമാണമാ. ഇത് ജീവിപ്പിക്കുന്നതാ, ഇത് ആത്മാവിൻ്റെതാ, ഇത് സമൃദ്ധിയായ ജീവൻ തരുന്നതാ. കല്ലുകളിൽ വരച്ചതാ ചാവിൻ ശുശ്രൂഷയ്ക്കുള്ളിൽ ഇരുന്ന ഈ നമ്മെ, കല്ലുകളിൽ വരച്ചതാ ചാവിൻ ശുശ്രൂഷയ്ക്കുള്ളിൽ ഇരുന്ന ഈ നമ്മെ, അല്ലൽ കൂടാതെ തന്റെ തുല്യമില്ലാത്തതയെ, അല്ലൽ കൂടാതെ തന്റെ തുല്യമില്ലാത്തതയെ ഉള്ളിൽ കടത്തി പോതു ഉള്ളം പകർന്നവൻ. ദേവജന സമാജമേ, നിങ്ങളശേഷം ജീവനാഥനെ സ്തുതിപ്പി, നിങ്ങളശേഷം ജീവനാഥനെ സ്തുതിപ്പീൻ. ജീവനരുളും ദിവ്യ ജീവാമൃതമേശു, ജീവനരുളും ദിവ്യ ജീവാമൃതമേശു ദേവൻ നമ്മുടെ മധ്യമേവും നിത്യം. ദേവജന സമാജമേ, നിങ്ങളശേഷം ജീവനാഥനെ സ്തുതിപ്പി, നിങ്ങളശേഷം ജീവനാഥനെ സ്തുതിപ്പി. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. കൊല്ലുന്ന ശുശ്രൂഷ, ആമേൻ. ആ കല്ല് കൊത്തിയ ശുശ്രൂഷ, അക്ഷരത്തിന്റെ ശുശ്രൂഷ, അതാ പ്രമാണം. എന്നാൽ ഈ പ്രമാണം കൃപയുടെ ശുശ്രൂഷയാണ്. കൊല്ലുന്നതല്ല, നിന്നെ ജീവിപ്പിക്കുന്നതാ. ഇത് അക്ഷരത്തിൻ്റെതല്ല, ആത്മാവിൻ്റെതാ. ഇത് തകർക്കില്ല, നിന്നെ ഉയർത്തുന്ന ശുശ്രൂഷയാ. അതാണ് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ. അപ്പോൾ ഈ ഇടയന്റെ പ്രത്യേകത ആ ന്യായപ്രമാണം അരുത് എന്ന് വിലക്കിയെങ്കിലും ആ പ്രമാണത്തെ, പഴയ പ്രമാണത്തെ, കൊല്ലുന്ന പ്രമാണത്തെ തട്ടി അങ്ങോട്ട് മാറ്റിവെച്ച് കൃപയുടെ പ്രമാണത്തിൽ നിറഞ്ഞ് ഓടിച്ചെന്ന് അമാന്തിച്ചില്ല. ഈ ചോരക്കുഞ്ഞിനെ കോരിയെടുത്ത് എൻ്റെ ഭാവനയും കൂടെ ചേർത്ത മാറോട് ചേർത്തണച്ച് അതിന് മുത്തമിട്ട്, അതിൻ്റെ കവിളിൽ മാറി മാറി മുത്തമിട്ട്, ആർക്കും വേണ്ടാതെ കടന്നതാ, ആരും ഗവനിക്കാതെ കടന്നതാ, എല്ലാവരും തള്ളിയിട്ടതാ. അതിനെ ചേർത്തങ്ങ് അണച്ചു, മാറി മാറി അതിന് മുത്തമിട്ട്, ചുരുക്കി പറഞ്ഞാൽ അത് ചെയ്യേണ്ട നടപടിക്രമമെല്ലാം ചെയ്ത് ഈ കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. ഏറമ്മയാ, പെറ്റമ്മയല്ല, അത് കാരണമില്ലാത്തൊരു തള്ളയാ, പോറ്റമ്മയുടെ കയ്യിൽ കൊടുത്തു. ഈ കുഞ്ഞിനെ എടുത്ത് ഒരു വീട്ടിൽ ചെന്ന് പോറ്റമ്മയുടെ കയ്യിലൊട്ടി കൊച്ചിനെ അങ്ങ് കൊടുത്തു. ഈ ഇടയൻ കരുണയുള്ള ഇടയനാണ്, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന ഇടയൻ, നല്ല ഇടയനാകുന്ന ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ആടുകളുടെ വലിയ ഇടയനാകുന്ന ക്രിസ്തു, അവ ജീവനെ കൊടുക്കുന്ന ക്രിസ്തു, അവ കാണാതെ പോയതിനെ അവ കണ്ടുപിടിക്കുന്ന നല്ല ഇടയൻ, അവൻ കാണാതെ പോയതിനെ കണ്ടുപിടിച്ച് അതിനെ തോളിലെടുത്ത് അവൻ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന നല്ല ഇടയൻ.
ആ നല്ല ഇടയനാകുന്ന ക്രിസ്തു ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. രാടിനെ നേടുവാൻ തേടി നീ വന്നതിനാൽ കാട്ടോടെ ഓടിയ ആടിനെ നേടുവാൻ തേടി നീ വന്നതിനാൽ പാപക്കാട്ടിൽ നിന്നോടിമ ശ്രേഷ്ഠ ഇടയനേ പാപീത വരുന്നു പാപക്കാട്ടിൽ നിന്നോടിമ ശ്രേഷ്ഠ ഇടയനേ പാപീത വരുന്നു ശ്രീദേവാട്ടി കുട്ടിയെ തിരുപാദം എൻ്റെ ശരണം തിരുപാദം എൻ്റെ ശരണം.